കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകളിലേക്കാണ്. ഈ വി.എസ്. സുജിത്തിനെ മർദ്ദിച്ചതിൽ കുറ്റക്കാരായ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ തുടർ നടപടികൾക്ക് ഇന്നാണ് തുടക്കമാവുക. സംഭവവുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫയലുകളും ഹാജരാക്കാൻ ഉത്തരമേഖല IG രാജ്പാൽ മീണ തൃശൂർ റേഞ്ച് DIGയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോട്ടീസ് നൽകി വിശദീകരണം കൂടി പരിശോധിച്ച ശേഷമാകും അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ PR പ്രവീണയോട് ചോദിക്കാം, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. PR പ്രവീണ, ഇതിപ്പോൾ പോലീസിന് നിയമോപദേശമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെയാകും ഈ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം കൂടി കേട്ട ശേഷം, അവരുടെ ഭാഗം കൂടി കേട്ട ശേഷമാകുമോ നടപടികളിലേക്ക് നീങ്ങുക? എന്തൊക്കെയാണ് സാധ്യതകൾ? പിരിച്ചുവിടൽ അടക്കമുള്ള നടപടികൾ വേണമെന്നുള്ളതാണ് പൊതുവായി ഉയർന്നിരിക്കുന്ന ആവശ്യം. കാരണം തെളിവുകൾ സഹിതം വലിയൊരു മർദ്ദന ദൃശ്യമാണ് പുറത്തു വന്നത്. സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ നിയമോപദേശമൊക്കെ തേടിയ ശേഷമാണ് വീണ്ടും നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. സ്വാഭാവികമായും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായാണ് നോട്ടീസ് നൽകുക എന്നുള്ള ഇതിലേക്ക് കടക്കുന്നത്. എന്തായാലും സേനയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. കാരണം അത്രയും വലിയൊരു ദൃശ്യം, സേനയ്ക്കൊന്നാകെ നാണക്കേടുണ്ടാക്കിയ ദൃശ്യം, ഭരണത്തെ പോലും എല്ലാവരും കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക്, അത് പാർട്ടി പ്രവർത്തകരടക്കം കുറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് ഉണ്ടായ സംഭവമാണെന്നുള്ളതാണ് വിലയിരുത്തൽ. ഈ ഒരു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കസ്റ്റഡി മർദ്ദനങ്ങൾ കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കാനും DGP തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ പ്രവീണ, ശരി. അപ്പോൾ PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. വി.എസ്. സുജിത്തിനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ വി.എസ്. സുജിത്ത് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള നിലവിലെ സാധ്യതകളും പോലീസ് നീക്കങ്ങളും ഒക്കെയുമാണ് പ്രവീണ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അപ്പോൾ